ഇനി വരുന്ന തലമുറയ്ക്ക് ബിസിനസ്സും യുദ്ധവും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഓക്സിജന് വേണ്ടിയാണെന്ന് പറയേണ്ടി വരും. ബിസിനസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നു മാത്രം: കാർബൺ ക്രെഡിറ്റ്. ഓഹരി വിപണികളിലും നഗരങ്ങളിലെ ബിസിനസ്സുകളിലും ലാഭം തേടുമ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ സമ്പത്ത് ഇപ്പോൾ വയലുകളിലും മരങ്ങളിലും കൃഷിയിടങ്ങളിലും വളരുകയാണ്. ഇന്ത്യൻ കർഷകർക്ക് വിളകളിൽ നിന്നും മാത്രമല്ല, ശുദ്ധവായുവിൽ നിന്നും പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വിപ്ലവകരമായ അവസരമാണ് കാർബൺ ക്രെഡിറ്റ്. ഓരോ മരവും ആരോഗ്യകരമായ ഓരോ ഏക്കർ മണ്ണും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് സംഭരിക്കുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന കാർബണിന് ഒരു മൂല്യമുണ്ട്. അതാണ് കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ് എന്ന ആഗോള സാമ്പത്തിക ആശയം ഇന്ന് ഇന്ത്യയുടെ കാലാവസ്ഥ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. രാജ്യത്തിന്റെ നെറ്റ് സീറോ ലക്ഷ്യം 2070 അധികാരികൾ ലക്ഷ്യമിടുമ്പോൾ കാർബൺ കുറയ്ക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പണം നൽകുന്ന ഒരു ശക്തമായ വിപണി സംവിധാനമാണ് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം അഥവാ CCTS. വൻകിട കമ്പനികൾ അവരുടെ അന്തരീക്ഷ മലിനീകരണം സന്തുലനമാക്കുന്നതിനായി കാർബൺ കുറയ്ക്കുന്ന കർഷകരിൽ നിന്ന് ഈ ക്രെഡിറ്റുകൾ പണം കൊടുത്തു വാങ്ങുന്നു. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിൽ കർഷകർക്ക് ഒരു പുതിയ വരുമാന സ്രോതസ്സാകും. 2040 സ്വർണവും ക്രിപ്റ്റോയുമല്ല ഇന്ത്യയുടെ ഗോൾഡ് മൈൻ, അത് നമ്മൾ ശ്വസിക്കുന്ന വായു തന്നെയാണ്. വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച അംബാനിയുടെ മഹത്തായ പദ്ധതിയെക്കുറിച്ച് അറിയാലോ, വനധാര. എന്നാൽ ഇതൊരു സാധാരണ സംരക്ഷണ ദൗത്യമല്ല, മറിച്ച് കാർബൺ ക്രെഡിറ്റ് എന്ന ആഗോള സാമ്പത്തിക സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ബിസിനസ് ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, വനധാര എന്ന കരുണയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു കാർബൺ സാമ്രാജ്യമാണ്. കാരണം ഉടൻ തന്നെ ഫാക്ടറികൾക്കും എയർലൈൻസിനും റിഫൈനറികൾക്കും ഒരു പരിധിവരെ മാത്രമേ മലിനീകരണം ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടിപ്പോയ പിഴ അടയ്ക്കണം. 3000-ലധികം ഏക്കർ മരങ്ങൾ, തടാകങ്ങൾ, പച്ചപ്പുകൾ ഓരോന്നും വിനിമയോഗ്യമായ കാർബൺ ക്രെഡിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. വനധാരയുടെ കീഴിൽ നടത്തുന്ന വനവൽക്കരണ പദ്ധതികൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ വലിയ അളവിൽ വലിച്ചെടുത്ത് സംഭരിക്കുന്നു. സംഭരിച്ച ഓരോ ടൺ കാർബൺ ഡയോക്സൈഡിനും ക്രെഡിറ്റുകൾ തേടുന്നതിന് വനധാര അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ വെറ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ രീതിശാസ്ത്രം ഉപയോഗിച്ച് കാർബൺ അളവ് അളക്കുന്നു. ഈ ക്രെഡിറ്റുകൾ പ്രാദേശികവും ആഗോളവുമായ കാർബൺ വിപണിയിൽ വിൽക്കുന്നു. ചുരുക്കത്തിൽ വനധാര അംബാനിയുടെ ദീർഘവീക്ഷണത്തിന്റെ അടയാളം തന്നെയാണെന്ന് പറയാം.